പരിചിതമല്ലാത്ത ക്യാമ്പസിലേക്ക് വിദ്യാഭ്യാസത്തിനായി എത്തുന്ന ജൂനിയർ വിദ്യാർത്ഥികൾക്ക് മേൽ മുതിർന്ന വിദ്യാർത്ഥികൾ കാട്ടുന്ന അധികാരവും അതീശത്വവുമാണ് റാഗിംഗ്. 1998 റാഗിംഗ് വിരുദ്ധ നിയമം അനുസരിച്ച് കേരളവും തൊട്ടു പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും റാഗിംഗ് കുറ്റകരമാക്കിയിട്ടുമുണ്ട്. റാഗിംഗ് നടത്തുന്നവർക്ക് നിയമം നിർവചിക്കുന്നത് കർശന ശിക്ഷയാണ്. റാഗിംഗ് പരാതി ലഭിച്ചിട്ടും നടപടിയെടുത്തില്ലെങ്കിൽ സ്ഥാപന മേധാവിക്ക് മേലും നിയമത്തിന്റെ കുരുക്ക് വീഴും. ഇനി എന്താണ് റാഗിങ്ങും റാഗിംഗ് വിരുദ്ധ നിയമവും എന്ന് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പുതിയതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിക്കോ ജൂനിയർ വിദ്യാർത്ഥിക്കോ നേരെയുള്ള ശാരീരിക അതിക്രമമോ ആക്രമണമോ ആണ് റാഗിംഗ്. ജൂനിയർ വിദ്യാർത്ഥിയെ മാനസികമായി ആക്രമിക്കുന്നതും റാഗിംഗ് ആണ്. ശാരീരികമായോ മാനസികമായോ ആക്രമിക്കുന്നുവെന്ന് ഭീതിപ്പെടുത്തുന്നതും റാഗിംഗ് ആയി കണക്കാക്കും. ജൂനിയർ വിദ്യാർത്ഥികളെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ശല്യപ്പെടുത്തുന്നതുമെല്ലാം റാഗിങ്ങിന്റെ നിർവചനത്തിൽ വരും. ജൂനിയർ വിദ്യാർത്ഥിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നതും റാഗിംഗ് ആയി കണക്കാക്കും. ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നുള്ള നിർബന്ധിത പണപ്പിരിവും റാഗിങ്ങിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അകത്തോ പുറത്തോ നടത്തുന്ന റാഗിംഗ് കുറ്റകൃത്യമാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പടരുന്ന സാമൂഹിക നീചത്വമെന്നാണ് റാഗിങ്ങിന് സുപ്രീം കോടതി നൽകിയ വിശേഷണം. യഥാർത്ഥത്തിൽ എന്തിനാണ് റാഗിംഗ്? മുതിർന്ന വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായി പെരുമാറും, വേദനിപ്പിക്കും. അധികാരം, സീനിയോറിറ്റി, കരുത്ത്, അതീശത്വം തുടങ്ങിയവ പ്രകടമാക്കുന്നതിനാണ് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിന് നേരെ ഈ ക്രൂരത അഴിച്ചുവിടുന്നത്. ആരാണ് കുറ്റക്കാർ? റാഗിംഗ് നടത്തുന്നവരും റാഗിങ്ങിൽ പങ്കെടുക്കുന്നവരും റാഗിങ്ങിന് പ്രേരണ നൽകുന്നവരും റാഗിംഗ് ആസൂത്രണം ചെയ്യുന്നവരുമെല്ലാം റാഗിംഗ് വിരുദ്ധ നിയമം അനുസരിച്ച് കുറ്റക്കാരാകും. ഇനി എന്താണ് റാഗിങ്ങിനുള്ള ശിക്ഷയെന്ന് പരിശോധിക്കാം. 1998 കേരള റാഗിംഗ് വിരുദ്ധ നിയമത്തിലെ 4-ാം വകുപ്പ് അനുസരിച്ച് 2 വർഷം തടവും 10,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് റാഗിംഗ്. റാഗിംഗ് വിരുദ്ധ നിയമം അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും. ഇവരെ കോഴ്സ് പൂർത്തിയാക്കാൻ അനുവദിക്കില്ല. പരീക്ഷ എഴുതുന്നതിനും വിലക്കുണ്ട്. ലഭിക്കുന്ന സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടയും. കൂടാതെ അടുത്ത 3 വർഷത്തേക്ക് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രവേശനം നേടുന്നതിനും കുറ്റക്കാർക്ക് വിലക്കുണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ റാഗിംഗ് വിരുദ്ധ നിയമം മാത്രമല്ല റാഗിംഗ് കേസിലെ പ്രതികളെ കാത്തിരിക്കുന്നത്. ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ അനുബന്ധ വകുപ്പുകൾ അനുസരിച്ചും നിയമ നടപടി നേരിടേണ്ടി വരും. BNS നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് പോലീസ് ജാമ്യമില്ലാ കുറ്റം വരെ ചുമത്തും. ആരാണ് പരാതിക്കാർ? റാഗിങ്ങിന് ഇരയാകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും പരാതി നൽകാം. അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ പരാതി നൽകാം. റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥിക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർക്കും പരാതി എഴുതി നൽകാനാകും. ഇനി ഈ പരാതി ആർക്കാണ് നൽകേണ്ടത് എന്ന ചോദ്യത്തിന് റാഗിങ്ങിന് ഇരയായ കാര്യം വസ്തുതകൾ മുൻനിർത്തി പരാതിയായി നൽകാം. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവിക്കാണ് പരാതി നൽകേണ്ടത്. പരാതി ലഭിച്ച് 7 ദിവസത്തിനകം റാഗിംഗ് സംഭവം സ്ഥാപന മേധാവി അന്വേഷിക്കണം എന്നാണ് നിയമം. കുറ്റകൃത്യം സംഭവിച്ചുവെന്ന് പ്രഥമ ദൃഷ്ട്യാൽ ബോധ്യപ്പെട്ടാൽ കുറ്റക്കാരായവരെ ഉടൻ സസ്പെൻഡ് ചെയ്യണം. ഇതുകൊണ്ട് മാത്രം നടപടിക്രമങ്ങൾ തീർന്നില്ല. റാഗിംഗ് പരാതി ലഭിച്ച് 24 മണിക്കൂറിനകം തുടർ നടപടികൾക്കായി സ്ഥാപന മേധാവി വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൈമാറണം. പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് പ്രഥമ ദൃഷ്ട്യാൽ കണ്ടെത്തിയാൽ അക്കാര്യം പരാതിക്കാരെ രേഖാമൂലം അറിയിക്കണം. ഇനി ഇതിന് നടപടിയെടുക്കാൻ വീഴ്ച വരുത്തിയാലുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. റാഗിംഗ് പരാതിയിൽ യഥാസമയം നടപടിയെടുക്കാൻ വീഴ്ച വരുത്തിയാൽ സ്ഥാപന മേധാവിക്കെതിരെയും നിയമ നടപടിക്ക് റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വീഴ്ച വരുത്തുന്ന മേധാവിക്കെതിരെ റാഗിങ്ങിനുള്ള പ്രേരണാ കുറ്റം ചുമത്തും. റാഗിംഗ് വിരുദ്ധ നിയമത്തിലെ 4-ാം വകുപ്പ് അനുസരിച്ച് 2 വർഷം തടവും 10,000 രൂപ വരെ പിഴയും സ്ഥാപന മേധാവിക്കും ലഭിക്കാം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് വിരുദ്ധ സമിതികൾ ഉണ്ടാകണം. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് റാഗിംഗ് വിരുദ്ധ സമിതി. സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള ക്യാമ്പസിലേക്കാണ് ജൂനിയർ വിദ്യാർത്ഥികൾ എത്തുന്നതെന്ന് റാഗിംഗ് വിരുദ്ധ സമിതികൾ ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള റാഗിംഗ് വിരുദ്ധ സമിതികൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിച്ചു വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനെ ഭയക്കാതെ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും സന്തോഷമായി പൂർത്തീകരിക്കാം.